പെരി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോതയാറാണ്, തമിഴ്നാട്ടിൽ. നമുക്ക് തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ 10-60 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് 34 കിലോമീറ്റർ ആണ്. അപ്പോൾ കോതയാറിലൊരു വാട്ടർഫാൾ ഉണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ഒരു 4-5 വാട്ടർഫാളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തിരക്കുള്ള സമയമൊക്കെ ആയിരിക്കണം നമ്മൾ പോകുന്നത്. കാണാൻ ലീവ് ഡേ ആണ് ഇന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോസ്റ്റ് കഴിഞ്ഞ് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ എന്തോ ഉണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയതാണ് മഴ സമയത്ത്. അപ്പോൾ ഇതാണ് ഇത് എത്തിയാറായി. ഇതാണ് കണ്ടോ, ഇവിടെ പോലീസാണ്, ചെക്ക് പോസ്റ്റാണ്. ഇതിനകത്തോട്ട് ഫോറസ്റ്റ് ഏരിയയാണ്. ആന, പുലി തുടങ്ങിയവയൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു കൈ കാണിച്ച് ചെക്ക് പോസ്റ്റിൽ ഇപ്പോഴേ വണ്ടി ഒതുക്കണം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അകത്ത് ആളിരിപ്പുണ്ട്. ഇപ്പോൾ അവിടെ കൂടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഒതുക്കിയിടാം. ഗൈസ്, അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതുവഴി നമ്മൾ കാറിലായതുകൊണ്ട് നമുക്ക് 50 രൂപയാണ് കാറിന് എക്സ്ട്രാ ഒരു ചാർജ് ചെയ്യുന്നത്. പിന്നെ ക്യാമറ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ക്യാമറ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടെ 170 രൂപ ആയിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ഒരു ട്രിപ്പിന് ചിലവ്. ഇപ്പോൾ ദേ കണ്ടോ, അവരാദ്യം പറഞ്ഞത് ഒരു 4-5 കിലോമീറ്റർ റോഡ് കൊള്ളാമെന്നാണ് പറഞ്ഞത്. നമുക്കിവിടുന്ന് ഈ ചെക്ക് പോസ്റ്റിന് തന്നെ 16-18 കിലോമീറ്റർ ഉള്ള അകത്തോട്ട് പോകണം. അകത്തോട്ട് പോയാൽ മാത്രമേ നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം കാണാൻ പറ്റുള്ളൂ. ഇതൊരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പേടിയായിട്ടൊക്കെ വേണം പോകാൻ. കണ്ടു ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ആ കാഴ്ചയൊക്കെ ഒരു വേറെ ലെവലിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒതുക്കാനൊക്കെ ഒത്തിരി പാടായിരിക്കും. അതാ പറഞ്ഞില്ല, അതിമ്പോൾ വണ്ടി എത്തി, ഇതേ വന്നു. വേണ്ടോ, ടൂറിസ്റ്റൊക്കെ നിറയെ ഉള്ള സ്ഥലമാണ്. പക്ഷേ അങ്ങനെ പെട്ടെന്ന് ആരും അങ്ങനെ വിടാത്തൊരു സ്ഥലമാണ്. കാരണം നമ്മൾ ശരിക്കും ഒരു കാടിനകത്തോട് കയറി പോകുന്ന ഒരു ഫീൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നല്ല രണ്ട് സൈഡ് നല്ല മരങ്ങളും നല്ലൊരു വൈബായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ നമുക്ക്. ഇനി നമുക്ക് ഇവിടെ നിന്ന് റോഡ് എത്തിയിരുന്നു. ഇനി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് കണ്ടോ. ആ ഒരു ഇതിൽ വേണം പോകാൻ. കണ്ടോ, റോഡ് ഒട്ടും കൊള്ളൂല, നന്നായിട്ട് പൊളിഞ്ഞ് കിടക്കുകയാണ്. അതുപോലെ ഈ സൈഡിൽ നമുക്കൊരു ഡാം കാണാൻ പറ്റും, കുറച്ച് വെള്ളം. അത് വന്നിട്ട് പേച്ചിപ്പാറ ഡാമിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. അതായത് നമുക്ക് പേച്ചിപ്പാറ ഡാം കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. കോതയാറാണ് ഈ പേച്ചിപ്പാറ ഡാമിൻ്റെ സ്റ്റാർട്ടിങ് ലെവലെന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ആ കോതയാറിൻ്റെ ആ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അടുത്ത് വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകാർ വേണ ഒരു സമയമാണ് കേട്ടോ. വണ്ടിയൊക്കെ ഒതുക്കാൻ നല്ല പാടുള്ളൊരു സ്ഥലമാണ്. ഞാൻ പറയുന്ന മാക്സിമം ബൈക്കിൽ വരാമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ അറിയാതെ വന്നു പോയതാണ് കാറിൽ. ഇവനെ ഒതുക്കിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയായിപ്പോയി നമ്മളിന്ന്. നമ്മൾ വരുന്ന വഴിക്ക് ആദ്യം കാണുന്ന ഒരു പ്ലേസാണ് മോതിരമല എന്ന് പറഞ്ഞിട്ട്. മോതിരമലയിലാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കണ്ടോ, ഇവിടെ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടം വരെ ബസ് വരുള്ളൂ. തമിഴ്നാടിൻ്റെ ബസ് ഇവിടം വരെ വന്നിട്ട് തിരിഞ്ഞു പോകുന്നതാണ്. മോതിരമല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കണ്ടോ, മുകളിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയായിട്ട്. ഇവിടെ ആദ്യം വരുന്നവരെല്ലാം ഇവിടെ ഇറങ്ങിയിട്ടേ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോതയാറ് ആരായാലും പോവുള്ളൂ. നമുക്ക് അവിടെ കൂടെ ഇറങ്ങാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. കണ്ടോ, സൂപ്പറാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല വെള്ളം നല്ല ഫോഴ്സിന് വരുന്ന ഒരു പ്ലേസാണ് ഇവിടെയും. ഇപ്പം ലൈറ്റായിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിലും കാണാൻ ഒരു ഭംഗിയുണ്ട് ഇവിടെ ശരിക്കും. അപ്പോൾ ഇതാണ് മോതിരമല. നമ്മൾ കോതയാറിന് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ വരുന്നവർക്ക് ഇത് കറക്റ്റായിട്ട് എൻജോയ് ചെയ്ത് തന്നെ പോകാനുള്ള പ്ലേസാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞ് വരുമ്പം ഇതുപോലെയൊക്കെ 2-3 റോഡൊക്കെ ഉണ്ടാവും. വഴി തെറ്റാൻ പാടില്ല, വഴി തെറ്റിയ പണി വാളും. ഇത് പ്രൈവറ്റ് എസ്റ്റേറ്റാണ് അതൊക്കെ അങ്ങോട്ട് വരുമ്പം. ഇത് അതുപോലെ തന്നെ കണ്ടോ, ഒരു ചെറിയ പാലത്തിലൂടെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. ഇരുമ്പ് പാലമാണ്. കണ്ടോ, ഇവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ആ മുകളിൽ നിന്ന് വേണ്ട വെള്ളമാണ് ഇതെല്ലാം. വെള്ളച്ചാട്ടം പോലെ ഇങ്ങ് താഴോട്ടൊക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, റോഡൊക്കെ ഒത്തിരി ഓഫ് റോഡ് പോലെയാണ്. കുണ്ടും കുഴിയൊക്കെ കിടപ്പുണ്ട്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം. വേണ്ട, ഫോണൊക്കെ നല്ല ഷേക്ക് ആവുന്നുണ്ട് എൻ്റെ കയ്യിലിരുന്നുകൊണ്ട്. ഇത് അടുത്തൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇതാ കാണുന്നത്. കണ്ടോ, ചെറിയൊരു വെള്ളച്ചാട്ടം ഇതും. അത് കഴിഞ്ഞ് വരുമ്പോൾ നേരെ വന്ന് കയറുന്നത് ഒരു ഗ്രാമമാണ് ശരിക്കും ഇതിനകത്തെന്ന് പറയാൻ. നമുക്ക് കണ്ടാൽ തന്നെ അറിയും. നമ്മൾ വരുന്നത് വരെ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു ഫുള്ളും. കാടിനകത്തൊരു പട്ടണം അല്ലേ, ഒരു ഗ്രാമം ഉണ്ടെന്ന് നമുക്കറിയണമെങ്കിൽ അകത്ത് തന്നെ കയറി വരണം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എന്തൊക്കെയാണെന്ന്. കണ്ടോ, ഒരു ക്ഷേത്രം, കണ്ടോ, ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. നിറയെ വീടുകളുണ്ട്, ആൾക്കാർ താമസിക്കുന്ന ഒരു ടൗണാണ് ഇതിനകത്ത്. വെളി ബന്ധമായിട്ടില്ലാത്തൊരു ടൗണാണ് ഇതിനകത്ത്. ശരിക്കും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന ഒരു അമ്പലമൊക്കെ ഉണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു കണ്ടോ പാലമൊക്കെയാണ്. പഴയ മോഡൽ ചെയ്തൊരു പാലമാണ് ഇതൊക്കെ. ഇതൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇന്ത്യ പോസ്റ്റ് ഉണ്ട്. കണ്ടോ, പോസ്റ്റ് ഓഫീസ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ് ഇവിടുത്തെ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ആ പോസ്റ്റ് ഓഫീസ്. ആ വഴിയൊക്കെ ഒരു പഴയ മോഡൽ ചെയ്തൊരു വഴിയൊക്കെയാണ്. ഇതാണ് ആ പാലം. കണ്ടോ, ചെറിയൊരു പാലമാണ്, പഴയ മോഡൽ പാലമൊക്കെ ആണത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കത്തില്ലെന്നാണ് തോന്നുന്നത്. എന്നാലും
സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇറങ്ങി നടക്കുന്നതാണ് കേട്ടോ. അടിയിൽ കൂടെ വെള്ളമൊക്കെ നല്ല ഫോഴ്സിന് പോകുന്ന ഒരു സമയമുണ്ട് ഇവിടെ. കാരണം നല്ല ആഴമുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഇതാണ് വെള്ളം വന്ന് ഇറങ്ങുന്നത്. ഇത് ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ ഇടിച്ച് പോകുന്നത്. കാരണം കണ്ടോ, ഇത്രയ്ക്കും നല്ല വീതിക്ക് പോകണമെങ്കിൽ അങ്ങനെ മുകളിൽ നിന്ന് വരുമ്പോൾ ആ വാട്ടർഫാൾ നല്ലൊരു വലുതായിരിക്കണം. എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ ചെന്ന് കാണണം അത് എങ്ങനെയാണ് എന്താണെന്ന് ഇന്ന് കാണണം. കാരണം ഇവിടുത്തെ വെള്ളമൊക്കെ നോക്കുമ്പോൾ വെള്ളം കുറവാണ്, എന്നാലും നമുക്ക് പോയി നോക്കണം. കാരണം നല്ല ഹൈ പ്രഷറിൽ വെള്ളം വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ കോതയാർ എന്ന് പറയുമ്പോൾ. ഇന്ത്യ പോസ്റ്റ് സമയം കഴിഞ്ഞു. നമ്മൾ വൈകുന്നേരം 3 മണി കഴിഞ്ഞു നമ്മൾ വന്നപ്പോൾ. അപ്പോൾ അതൊക്കെ പൂട്ടിയിരിക്കുകയാണ്. ഇന്ത്യ പോസ്റ്റൊക്കെ ഉണ്ടോ, പോസ്റ്റ് ഓഫീസൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നതാണ്. പോസ്റ്റ് ബാങ്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് അതിൽ. പോസ്റ്റ് ഓഫീസ് നല്ല പോസ്റ്റ് ബാങ്ക് എന്നാണ്. തമിഴ്നാട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം. ഇന്ത്യ പോസ്റ്റ് ബാങ്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ, സ്റ്റെയറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പഴയ മോഡൽ ചെയ്തതാണെങ്കിൽ അത് സൂപ്പറായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. കണ്ടോ, മോളുടെ വീട് അമ്പലമൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടെന്നാലും കയറി ചെല്ലാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടോ ഒരു ചർച്ചൊക്കെ ഇരിപ്പുണ്ട് സൈഡിൽ. നമ്മൾ താഴെ അമ്പലം കണ്ടു, അതുപോലെ തന്നെ ഇവിടെ ചർച്ച് ഇരിപ്പുണ്ട്. വണ്ടിയൊക്കെ സൈഡിൽ ഒതുക്കി കിട്ടുന്ന സമയമാണത്. അത് നേരെ വരുന്നത് വീണ്ടും ഫോറസ്റ്റിനകത്താണ്. നമ്മൾ കണ്ടോ, വീണ്ടും ഫോറസ്റ്റിനകത്താണ് കയറുന്നത്. ഇനി അങ്ങോട്ട് വീട് കാണില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഒരു ഫോറസ്റ്റിൻ്റെ ലുക്കൊക്കെ ഇവിടെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ലൈറ്റായിട്ടൊരു തണുപ്പൊക്കെ അടിക്കുന്നുണ്ട് നമുക്ക്. ഫ്രണ്ടിൽ നിന്നൊക്കെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ കണ്ടോ വേറെ മരമൊന്നുമില്ല, ജസ്റ്റ് കാട്. ഇങ്ങനെ ഒരു നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബുള്ള ഒരു പ്ലേസാണ്. ഫ്രണ്ടിൽ നിന്ന് വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേകതയുണ്ട്. കണ്ടോ, ഇവിടെ വാട്ടർ ഫാൾസ് ഉണ്ട്, ചെറുതായിട്ടൊക്കെ വെള്ളം പോകുന്നത്. ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വാട്ടർഫാൾ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്കായി കുഴപ്പമില്ല. ഫ്രണ്ടിൽ നമുക്കൊരു വണ്ടികളുണ്ട്, നമ്മൾ സേഫാണ്. കാരണം ഒരു ചെറിയ പാലമാണ്. കണ്ടോ, പഴയ കാലത്തെ പാലമൊക്കെയാണ് അതൊക്കെ. എന്ന് പൊളിഞ്ഞ് പോകും ദൈവത്തിനറിയാം. എന്നാലും കുഴപ്പമില്ലാതെ നമ്മളിതാ ഇങ്ങനെ ഇപ്പുറത്തെത്തി. നേരെ വന്ന് കയറുന്നത് നമ്മുടെ മെയിൻ സ്ഥലമാണ്. ഇവിടെയാണ് പാർക്കിങ്. വലിയ ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ആ ചെറിയ പാലത്തിൽ കൂടെയൊക്കെയാണ് വലിയ ടൂറിസ്റ്റൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിറയെ വണ്ടിയൊക്കെ ഉണ്ട്. നമുക്കിവിടെ 4:30 വരെ സമയമുള്ളൂ. അതിനുമ്പോൾ നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവണം ഇവിടെ നിന്ന്. നമ്മൾ ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കി ഒരു പാലമൊക്കെ പൊളിഞ്ഞിടക്കണം. ഈ വഴി എന്തോ പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അതായത് നമുക്കത് വന്നിട്ട് നോക്കാം തിരിച്ച്. അതായത് നമ്മൾ മുകളിലോട്ട് പോകാനുള്ള വഴിയൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബോർഡൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊന്ന് മുകളിലോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്ന്. കുറച്ച് നടക്കേണ്ടതുണ്ട്. ഇങ്ങനെ നടന്ന് കയറുമ്പോൾ നമുക്ക് നല്ലൊരു വൈബൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം ഒരു കാടിൻ്റെ നടുക്കി കൂടെ ഇങ്ങനെ നടന്ന് അപ്പുറത്തെ മലനിരയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നടന്ന് പോകുമ്പോൾ തന്നെ അതായത് നമ്മളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ എത്താറായി. കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കോതയാർ വാട്ടർഫാൾസ് എത്തുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കോതയാർ വാട്ടർഫാൾ. ഇതൊരു ഫോറസ്റ്റ് ഏരിയയ്ക്ക് അകത്തിരിക്കുന്നതുകൊണ്ടാണ് കോതയാർ വാട്ടർഫാൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, വെള്ളമൊക്കെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മളെ തൃപ്പരപ്പ് വാട്ടർഫാൾ പോലെയാണ് ഇത് വന്നിട്ട് കാടിനുള്ളിലാണെന്നുള്ളൂ. മറ്റേ നമുക്ക് തൃപ്പരപ്പൊക്കെ വരകുമ്പോൾ റോഡ് സൈഡിലാണ്. ഇത് കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. വെള്ളം കുറവാണ്, വേനൽക്കാലമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ കുറച്ച് വെള്ളത്തിൽ എല്ലാവർക്കും കൂടെ നിൽക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ചും കൂടി നീങ്ങി ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി ജസ്റ്റ് ഒന്ന് അപ്പുറത്ത് കിടന്ന് പോകണം. വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാം. കാടിനകത്തായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ. ഞാനും ശ്രദ്ധിച്ച് നിൽപ്പുണ്ട്, എവിടെന്നെങ്കിലും വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. കണ്ടോ, നല്ല ഇത് ഉരുളൊക്കെ പൊട്ടി വന്ന സ്ഥലമാണ് ഇതൊക്കെ. കാരണം ആ പാറയൊക്കെ അങ്ങനെ അത്രയ്ക്ക് ഉരുണ്ട് നിറയെ പാറകളൊക്കെ വന്ന് കിടക്കുന്നത് കണ്ടോ, നമുക്ക് കാണാൻ തന്നെ സാധിക്കും. കണ്ടോ, അതുപോലെ ഇവിടെ കല്ലൊക്കെ വന്ന് ഉരുണ്ട്, നല്ല ചെറിയ കല്ലൊക്കെയാണ്. എത്രയോ വർഷം മുമ്പ് ഉരുണ്ട് വന്ന കല്ലുകളായിരിക്കും ഇതൊക്കെ. അതുപോലെ കല്ലൊക്കെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ് ആ കല്ലിന്. കാരണം ആ വെള്ളത്തിൽ കിടന്ന് അത്രയും തണുത്ത് കിടക്കുന്ന ഒരു ഇതായതുകൊണ്ടാണ് നമുക്ക് നല്ല തണുപ്പ് തോന്നുന്നത്. ഇവിടെയൊക്കെ നല്ല കാണാൻ ഒരു വൈബാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ വെള്ളത്തിൽ തന്നെ നോക്കുമ്പോൾ നിറയെ കുഞ്ഞു ചെമ്മീനൊക്കെ ഓടുന്നുണ്ട്, കുഞ്ഞു ഞണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പയ്യെ ഒരു ചെമ്മീനെങ്കിലും പിടിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഒന്ന് കൈ വെച്ച് നോക്കിയത്. പക്ഷേ കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി. കാരണം നിറയെ ചെമ്മീനുണ്ട് കേട്ടോ. കാണാം, ഇപ്പം കാണിച്ചത് അതെ കണ്ടോ, കുഞ്ഞു ചെമ്മീനാണ്. വലിയ ചെമ്മീനെ കാണുമായിരിക്കും ഇടയിൽ എവിടെയെങ്കിലും. നമുക്ക് പക്ഷേ ഒരു കുഞ്ഞു ചെമ്മീനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല, അതിനെ ഞാൻ അങ്ങ് വിട്ടു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു കുഞ്ഞ് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞണ്ടും ചെമ്മീനുമാണ് കൂടുതലും ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പയ്യെ ഒന്ന് ഞണ്ടിനെ ഒന്ന് പിടിച്ചു. ചിലപ്പം കടി കിട്ടിയാലോ എന്നൊരു പേടിയുണ്ട്, ചെറുതാണെങ്കിലും. കാട്ടിലുള്ളതുകൊണ്ട് ചിലപ്പം വിഷം കൂടിയാലോ എന്നൊരു പേടി. എന്നാലും ഒന്നും ചെയ്തില്ല എന്നെ.
ഇതിനെ നമ്മൾ അങ്ങ് ഫ്രീ ആയിട്ട് വിടാൻ പോവുകയാണ്. ചുമ്മാ നമ്മൾ ഇങ്ങനെ അവനെ കൊല്ലുന്നില്ല. അതുകൊണ്ട് അതിനെ നമ്മളങ്ങ് വെറുതെ വിട്ടിട്ടുണ്ട്. നമ്മുടെ വാട്ടർഫാളിൻ്റെ അടുത്ത് തന്നെ ഒരു വഴി പോലെ ഇങ്ങനെ കിടന്നു മുകളിലോട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ചുമ്മാ ഒന്ന് കയറി നോക്കാമെന്ന് കരുതി ചുമ്മാ ഒന്ന് കയറി നോക്കുന്നതാണ്. കാരണം ഇങ്ങനെ കയറി കയറി വരുംതോറും ഇവിടുത്തെ പ്രകൃതിയുടെ ഒരു കാഴ്ചകൾ നമുക്ക് വ്യത്യാസമാണ്. കാരണം അപ്പർ കോതയാർ വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കാരണം നമുക്ക് അപ്പർ കോതയാറൊക്കെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂർ വേണം. കാരണം നമുക്ക് തിരുനെൽവേലി വഴി നമുക്ക് കറങ്ങി പോകാൻ പറ്റുള്ളൂ അപ്പർ കോതയാർ. അവിടെയാണ് നമ്മുടെ സ്വന്തം അരിക്കൊമ്പനെയൊക്കെ കൊണ്ട് വിട്ടിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് ടൈഗർ റിസർവ് ഒക്കെ ഉള്ളത്. അവിടെ ഒരു അപ്പർ കോതയാറിലെ വാട്ടർഫാളുണ്ട്. അവിടെ നല്ലൊരു അടിപൊളി വൈബൊക്കെ ഉണ്ട്. കാരണം ഞാൻ നിറയെ വീഡിയോസൊക്കെ വേറെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ടോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ അപ്പർ കോതയാറിൻ്റെ ഒരു വൈബ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ. നല്ല ഒരു നമുക്ക് കാറ്റൊക്കെ ഒരു തണുത്ത കാറ്റിൻ്റെ ഒരു ഇത്, വെയിലാണെങ്കിലും തണുത്ത കാറ്റടിക്കുന്നതിൻ്റെ ഒരു നല്ലൊരു ഫീല് കിട്ടും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇപ്പം നമുക്കൊരു വഴി കൂടെ അങ്ങോട്ട് പോയി നോക്കാം ഫ്രണ്ടിലോട്ട്. അങ്ങനത്തെ നടന്ന് നടന്ന് ഇങ്ങനെ കുറേ നടക്കുകയാണ് കേട്ടോ. പുല്ലൊക്കെ കാടൊക്കെ പിടിച്ച് ഇരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി പോലെ കിടപ്പുണ്ട്. പക്ഷേ എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ സംഭവം. എന്തായാലും നമ്മളിത് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഇവിടെയൊക്കെ വരുമ്പോൾ കാണാൻ ഇന്ന് നമ്മൾ ഈ സിനിമ ഷൂട്ടിങ് നടത്താൻ പറ്റിയ സ്ഥലമെന്ന് തോന്നുന്നു ഇതിനകത്ത്, ഈ ഫോറസ്റ്റൊക്കെ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ആ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത് താഴെ കോതയാറിൻ്റെ. അത് മുകളിൽ നിന്ന് വരുന്നതാണ് മലയുടെ. കണ്ടോ ഇവിടെ നോക്കുമ്പോൾ ഒരു എന്ത് പറയുന്ന ഒരു ഭംഗിയുണ്ട്. വേറെ മരങ്ങളൊന്നും അങ്ങനെ അധികം ഇല്ല നമ്മളടുത്ത് നിൽക്കുന്നിടത്ത് തന്നെ. കണ്ടോ ചെറിയൊരു ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ ഒരു വാട്ടർഫാൾ അങ്ങനെ ലോങ് ആണ്. അപ്പർ കോതയാറിൻ്റെ ആ ലോങ്ങിലുള്ള ഒരു സൈഡിൽ നിന്ന് വരുന്ന ഒരു വാട്ടർഫാളാണ്. കണ്ടോ എന്തുമാത്രം ഹൈറ്റിൽ നിന്ന് വരുന്നതെന്ന് കാണാം. പക്ഷെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് നേരിട്ട് കാണുമ്പോൾ. എൻ്റെ ഫോണിനുള്ള ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് നമുക്ക് അത്രയും കാണാൻ സാധിക്കാത്തത്. അതുപോലെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒക്കെ ഉണ്ടോ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് കാണാം. ഇവിടെ വരുമ്പോൾ നമ്മുടെ പേച്ചിപ്പാറ ഡാം മൊത്തത്തിൽ കാണാൻ സാധിക്കും. ഇത് കണ്ടോ ഞാൻ സൂം ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും. അവിടെ ഒരു പേച്ചിപ്പാറ ഡാമിൻ്റെ വ്യൂ ആണ് നമുക്കതിൽ കാണാൻ സാധിച്ചത്. അതുപോലെ കണ്ടോ ഇവിടെ ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ആനയൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ഇത് അവരുടെ ഇടമാണ്. കാടെന്ന് പറയുമ്പോൾ നമ്മളവിടെ കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഫ്രണ്ടിലോട്ടൊക്കെ നടക്ക് നോക്കുന്നുണ്ട്. ആനയെ ചിലപ്പം കണ്ടാലോ, ആനയില്ലെങ്കിൽ പുലി ആരെങ്കിലുമൊക്കെ കാണാം. അതിങ്ങനെ വരുമ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കണ്ടോ ആ ഫ്രണ്ടിൽ കാണുന്ന ആ പച്ചപ്പ് നമ്മൾ വിചാരിക്കും തേയിലത്തോട്ടമൊന്നും അല്ല ശരിക്കും. അത് വന്നിട്ട് അവിടുത്തെ അഴുക്ക എന്ന് പറഞ്ഞ ചെടികളാണത്. അതൊക്കെ ഇങ്ങനെ വള്ളി പോലെ പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ എന്തോ ഒരു പ്രത്യേക സൗണ്ടൊക്കെ കേൾക്കാം. എന്നാലും കുഴപ്പമില്ല, നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. പേടിക്കാൻ പാടില്ലെന്നാണ്. അങ്ങനെ ഇവിടം വരെ വന്നപ്പോൾ ഇവിടെയൊക്കെ എല്ലാം കുത്തി മറച്ചിട്ടിട്ടുണ്ട്. കണ്ടോ ആനയൊക്കെ വരുന്ന ഒരു പ്ലേസ് നമുക്ക് ആ ഒരു കുത്തി മറച്ചിട്ടിരിക്കുന്ന ഒരു പ്ലേസ് നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ മലനിരയൊക്കെ അപ്പർ കോതയാറിൻ്റെ ഡൗൺ ആണ് അതൊക്കെ. അതുപോലെ ഇവിടെ കുറച്ച് മരങ്ങളേ ഉള്ളൂ. കണ്ടോ അങ്ങോട്ട് കാടാണ് ഇതിൻ്റെ മുകളിലോട്ട്. ഇനി നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇങ്ങോട്ടാണ് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്. അങ്ങോട്ടൊക്കെ കാടാണ്. ഇതേ കണ്ടോ ആ വാട്ടർഫാളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. അങ്ങ് അതിൻ്റെ മുകളിലൊരു വാട്ടർഫാളുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് ഇവിടെ കൂടെ നേരെ ഇങ്ങ് വരുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ലൊരു ആശ്ചര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ അത്രയ്ക്ക് നല്ല വൈബിൽ തന്നെ ഇത് കാണാൻ സാധിക്കും. വന്ന് ആസ്വദിക്കുക തന്നെ ചെയ്യണം. കണ്ടോ ഞാൻ പറഞ്ഞ നേരത്തെ വള്ളി കണ്ടോ ഇവിടെയൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെയോ കുത്തി മറിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആനയൊക്കെ ആനയും ഒക്കെ രാത്രി വരുമ്പോൾ ഉള്ള ഒരു ഇതാണ്. വൈകുന്നേര സമയമാണ് ആനയൊക്കെ ഇറങ്ങാറെന്ന് പറഞ്ഞത് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ. അതുകൊണ്ട് 4:30 മുമ്പേ നമ്മൾ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആനയൊക്കെ എല്ലാം കുത്തി മറിച്ചിട്ട് തന്നെ ഒരു ഇതൊക്കെ നമുക്ക് ലക്ഷണം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആന വരുമ്പോൾ നമ്മൾ എസ്കേപ്പ് ആവും ഇവിടെ നിന്ന്. ആനയ്ക്ക് നമ്മൾ നിട്ട് കൊടുക്കൂല. ആനയുമ്പോൾ നമ്മൾ ഓടി തള്ളുമെന്ന്. കണ്ടോ ഇവിടെ നിന്ന് കാണാൻ കാഴ്ചകൾ നിറയെ ഉണ്ട്. അപ്പോൾ കണ്ടോ പേച്ചിപ്പാറ ഡാമൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാം. ഇവിടെ കുറച്ചും കൂടെ ഇങ്ങോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ആ പേച്ചിപ്പാറ ഡാം ഇങ്ങനെ അതിൻ്റെ വ്യൂ കറക്റ്റാണ്. വ്യൂ പോയിന്റ് നമുക്കിവിടെ നോക്കാൻ. അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്ക് കോതയാർ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്ന് ജസ്റ്റ് ഒരു ഉല്ലാസം പോലെ ഇവിടെ ഇങ്ങനെ നമ്മൾ അടിച്ച് പൊളിക്കുകയാണ് എല്ലാവരും കൂടെ നിന്ന്. കാരണം ആ ഒരു വൈബ് ഇവിടെ പ്രത്യേക വൈബാണ്. നമ്മളെന്തായാലും ഇനി തിരിച്ചിറങ്ങാനുള്ളൊരു പ്ലാനാണ്. എന്തായാലും താഴോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ നേരെ ഇവിടെ താഴെ വരുമ്പോൾ തന്നെ കണ്ടോ നമ്മുടെ ആ പഴയ പാലം നമ്മൾ കയറിപ്പോയപ്പോൾ ഞാൻ ഒരു പാലം കാണിച്ചു. ഇതൊക്കെ നമ്മുടെ ആ ഇത് വരുന്നതാണ് കേട്ടോ. മുകളിൽ നിന്ന് ആ വാട്ടർഫാൾ വരുന്നതാണ്. അങ്ങനെ നേരത്തെ വന്നിടത്തെന്തോ പാലം പൊളിഞ്ഞതാണ്. പാലം പൊളിഞ്ഞതിന് ശേഷം പിന്നെ ആരും ഇവിടെ കെട്ടിയില്ല. കണ്ടോ നല്ലൊരു കുഴിയായിട്ട് കിടപ്പുണ്ട് അവിടെ. ഇത് നേരെ കയറി വന്നതും നമ്മുടെ ആ നേരത്തെ കണ്ട പോലെ തന്നെ ഈ അഴുക്ക വേസ്റ്റ് ആയിട്ടുള്ള എന്ത് പറയുന്നത് ഒരു പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. വേസ്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ അത് കാണാൻ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് നിൽപ്പുണ്ട് ഇവിടെ. കാരണം റോഡിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടം നിൽക്കുന്ന പോലെയാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ നമ്മുടെ നേരെ പോയ ആ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നത് 1 വേ ആണ്. ആ വണ്ടി ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ കറങ്ങി നമ്മളെന്തോ പോകുന്നതാണ്.
ആ ഒരു വഴിയാണത്. കണ്ടോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേച്ചിപ്പാറ ഡാം കാണാൻ സാധിക്കും. അതുപോലെ കണ്ടോ നമ്മൾ നേരത്തെ അങ്ങ് മുകളിൽ കയറിയതിൻ്റെ ആ വ്യൂ ഒക്കെ ഇവിടെ നിന്നാലും നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. അത് ഈ വണ്ടി നമുക്ക് വൺ വേ ആയിട്ട് ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് അങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചിറങ്ങിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ദേശീയ പക്ഷി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ പീക്കോക്ക് കണ്ടോ, ആൺ പീക്കോക്കാണ് നമ്മൾ കണ്ണിൽ കറക്റ്റായിട്ട് കിട്ടിയത്. പക്ഷെ കണ്ടോ അവൻ്റെ വാലൊക്കെ നല്ല സൂപ്പറാണ്, വലുതാണ് സാധനം. അതിൻ്റെ വാലൊക്കെ വേണ്ട മയിൽപ്പീലിയൊക്കെ. പക്ഷെ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. പക്ഷെ നമ്മളെ കണ്ടപ്പോൾ അത് പയ്യെ നടന്നങ്ങോട്ട് പോവുകയാണ്. കണ്ടോ അത് മലയിലോട്ട് വീണ്ടും കയറുകയാണ്, മുകളിലോട്ട് നടന്ന് നടന്ന്. അതിനെ നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. ആനയും പുലിയും കണ്ടില്ലെങ്കിൽ ഒരു മയിലിനെങ്കിലും കണ്ടു വന്ന്. നേരെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പുറത്തൊരു അടുത്തൊരു വീട്ടിൽ നിന്ന് ഒരു 5-6 മയിലുകൾ നടന്നിറങ്ങണം അവിടെ നിന്ന്. ഇതിൻ്റെ കൂടെയുള്ള മയിലുകളാണ് ഇതാ നിൽക്കുന്നത്. മറ്റോ നേരത്തെയും കയറി ഓടിയതാണ് കേട്ടോ, അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്, അല്ലെങ്കിൽ അതും കാണാൻ പറ്റില്ല. ഇവിടെ എല്ലാം കൂടെ 3, 5 5 മയിലുകളുണ്ട് കണ്ടോ. മറ്റേനെയും കൂട്ടി അപ്പോൾ 6 മയിലുകളാണ്. അതൊരു ജോഡിയായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ കാട്ടിൽ കൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടപ്പുണ്ട്. അവർ വീട്ടിൽ നിന്നാണ് ഇറങ്ങി വന്നത്. എന്തായാലും നമ്മളതിന് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.